കോയിൻസിഡൻസ് ആണെങ്കിലും അല്ലെങ്കിലും മഹി അപ്പ അവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ അവളെ ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിച്ചാനെ. അപമാനിച്ചിറക്കി വിട്ട സ്ഥലത്തേക്ക് ഒരുത്തി തിരിച്ചു വന്നെങ്കിൽ അത് വെറുതെ അല്ല. ദക്ഷേ, അവളെ സൂക്ഷിക്കണം. എന്നോട് മാത്രം എന്തിനാ ദൈവങ്ങൾ ഇങ്ങനെയൊക്കെ? ഇതിനു വേണ്ടി ഞാൻ എന്ത് പാപോ ചെയ്ത്? എന്താ കുഞ്ഞെ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? മോളെ, ഇത് പണക്കാരും പത്രാസാരും പഠിക്കുന്ന കോളേജാ. പാവപ്പെട്ടവരെ പഠിക്കാൻ അവർ സമ്മതിക്കില്ല. മോൾ എന്തിനാ ഈ കോളേജിൽ പഠിക്കാൻ വന്നത്? എനിക്ക് പഠിക്കണം, പഠിച്ചേ പറ്റൂ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛൻ ജയിലിൽ കിടന്ന് നരകിക്കുക. ഞാൻ പഠിച്ച വക്കീലായിട്ട് വേണം ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനെ പോലുള്ളവരെ രക്ഷപ്പെടുത്താൻ. ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ലാത്ത എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് ഈ ലോകത്തെ എനിക്ക് അറിയിക്കണം. ആ പാവം മനുഷ്യന് നീതി കിട്ടണം. ഇവിടെ വക്കീലാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം പഠിക്കാൻ വരുന്നവരാധികവും. പാവങ്ങളോട് ഒരുതരം പുച്ഛവാ അവർക്കൊക്കെ. മോള് തളരരുത്. ഈ തളർച്ച കാണുമ്പോഴാ അവര് സന്തോഷിക്കുന്നത്. ആ പത്രാസാരുടെ മുമ്പിൽ തളരാതെ പിടിച്ചു നിൽക്കണം. അതിന് പഠിച്ച് പരീക്ഷ ജയിക്കണം. കുറ്റം ചെയ്തവര് പുറത്തു നടക്കുമ്പോ ജയിലിൽ കിടന്ന് നരയ്ക്കുന്ന നിന്റെ അച്ഛനെ രക്ഷിക്കണ്ടേ? ഞാൻ ഈ ക്യാൻറ്റീനിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ അന്നു മുതൽ എല്ലാ കൊല്ലവും ഇതുപോലെ മനസ്സ് തളർന്ന് ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളെ കാണാറുണ്ട്. അവരാരും പഠിത്തം നിർത്തി പോയിട്ടില്ല. ഈ കോളേജിൽ കുറച്ചു നേരം ഇരിക്കുമ്പോ അവരുടെ സങ്കടം എല്ലാം മാറും. തോറ്റുകൊടുക്കാൻ തുടങ്ങിയ അതിനേ സമയം കാണും. അഹങ്കാരികളുടെ എത്ര അടിയും തൊഴിയും സഹിച്ചിട്ടാ ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നെന്ന് മോൾക്കറിയാലോ. എന്നെ ഒരു കൂടപ്പറപ്പായിട്ട് കണ്ടാ മതി. മോള് വാ. ദാ മോളെ, ഇത് ഇവള് മനഃപൂർവ്വം ചെയ്യിക്കുന്നതാ നമ്മളെ തോൽപ്പിക്കാൻ. കഴിക്കൂ കുഞ്ഞെ. ഈ മട്ടൻ ബിരിയാണിയിലും ചിക്കൻ ബിരിയാണിയിലും ഒന്നും ഒരു കാര്യമില്ല. കൊഴുപ്പിളകുവെന്നേ ഉള്ളൂ. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം സാറ് വരെ അച്ചാറ് സാമ്പാറും കൂട്ടിയാ കഴിച്ചോണ്ടിരുന്നേ. കഴിക്കും മോളെ. ആ കറിയൊക്കെ കൂട്ടി കഴിക്കേ. ചിന്നു കൊള്ളാലോ. കോളേജിലേക്ക് വന്ന് 2 ദിവസമായില്ല. അതിനു മുന്നേ തന്നെ ക്യാൻറ്റീനിലെ സ്റ്റാഫിനൊക്കെ മയക്കെടുത്ത് കഴിഞ്ഞു. കാണിച്ചു തരാം ഞാൻ ഇവളെ ഇന്നും. മഹിസാറ്, മഹിസാറ്, ഞാനിപ്പോ കല്യാണിയോട് എതിർത്ത് സംസാരിക്കുന്നത് കണ്ട എന്റെ സ്വഭാവം മോശമാണെന്ന് മഹേസർ വിചാരിക്കും. എന്തൊക്കെയായാലും അത് വേണ്ട. ദേ അടുത്ത ആള്, നിന്റെ ചേട്ടൻ. ഹായ് മോളെ. നമുക്ക് പോവാം. ബാ. കല്യാണി ഭക്ഷണം കഴിക്കായിരുന്നോ? കഴിച്ചോ? ഇല്ല ചേച്ചി, എനിക്കൊരു മീൽസ്. നാണോല്ലേ ചേട്ടന്? വേണ്ട മഹിസാറ്, അവിടെ ഇരിക്കെ. നീ ഇവിടെ ഇരിക്കെ. നീ ഇവിടെ ഇരിക്കെ. അങ്ങോട്ട് പോകണ്ട.
സാറ് കഴിച്ചില്ലായിരുന്നോ? വാടി പോവാം. ദക്ഷേ, അവള് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും മുകളിലാ. തീ കൊടുങ്കാറ്റുണ്ടാക്കാൻ ശേഷിയുള്ള ആണവായുധങ്ങൾ വെച്ച അവളുടെ കളി മനസ്സിലായില്ല. അവള് നിനക്കെതിരെ ആയുധമാക്കിയിരിക്കുന്നത് നിന്റെ ഏട്ടനെയും നീ കെട്ടാൻ പോകുന്ന മഹിസാറിനെയാ. അതെ, മഹിസാർ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലായിരിക്കും അവള് വീണ്ടും ക്യാൻറ്റീനിലേക്ക് കയറി വന്നത്. അതെങ്ങനെയാ? അവള് ക്യാൻറ്റീനിലേക്ക് കയറി വരുമ്പോ മഹിസാർ ഇല്ലായിരുന്നല്ലോ. മഹിസാറിന്റെ വരവ് തികച്ചും കോഇൻസിഡന്റ് ആയിട്ട് എനിക്ക് തോന്നിയേ. കോയിൻസിഡൻസ് ആണെങ്കിലും അല്ലെങ്കിലും മഹി അപ്പ അവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ അവളെ ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിച്ചാനെ. അപമാനിച്ചിറക്കി വിട്ട സ്ഥലത്തേക്ക് ഒരുത്തി തിരിച്ചു വന്നെങ്കിൽ അത് വെറുതെ അല്ല. ദക്ഷേ, അവളെ സൂക്ഷിക്കണം. ആടിനെ പോലെ നിഷ്കളങ്കമായ മുഖവും കരിമ്പുലിയുടെ മനസ്സും അവൾക്ക്. എത്രയും പെട്ടെന്ന് ആ ദരിദ്രവാസിയെ കോളേജിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചില്ലെങ്കിൽ വലിയ മന്ത്രിയുടെ മോളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവള് നിന്റെ പപ്പും പൂടെയും പറിച്ചെടുക്കും. അത്ര പെട്ടെന്ന് പപ്പും പൂടെയും പറിച്ചെടുത്തെറിയാൻ ഇത് മാടപ്രാവോ കുഞ്ഞിക്കോഴിയൊന്നും അല്ല. നാട് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ദയാശങ്കറിന്റെ മകൾ ദക്ഷ ദയാശങ്കറ. അവളെ എങ്ങനെ ഒതുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദക്ഷേ, പുറത്തു നിന്നും ക്യാമ്പസിനുള്ളിലേക്ക് ആളിനെ ഇറക്കിയുള്ള കളി ഒരിക്കലും വിജയിക്കില്ല. സ്റ്റുഡൻസ് എല്ലാരും കൂടി അങ്ങ് ഒന്നിക്കും. എത്ര വലിയ ഡോൺ ആണെന്ന് പറഞ്ഞാലും അവന്മാരുടെ അടി കൊണ്ട് ഈ ക്യാമ്പസ് മുഴുവൻ മാരത്തോൺ ഓടും. അതിന് പുറത്തുനിന്ന് ഗുണ്ടകളെ ഇറക്കേണ്ട കാര്യമൊന്നും ഈ കോളേജിനില്ലല്ലോ. മനസ്സിലായില്ല. പറയാം.